ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പീരിയോഡിക് ടേബിളാണ്, അഥവാ ആവർത്തന പട്ടിക. നമ്മുടെ ജി എസ് മുതൽ അങ്ങറ്റം ഡിഗ്രി ലെവലിൻ്റെ എക്സാംസ് വരെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കോമൺ ആയിട്ട് ചോദിക്കുന്നൊരു ടോപ്പിക്കാണ് ഇത് പീരിയോഡിക് ടേബിൾ. അത് LDC ആയിക്കോട്ടെ, LGS ആയിക്കോട്ടെ, LPUP ആയിക്കോട്ടെ, ഏതൊരു എക്സാംസിനും കോമൺ ടോപ്പിക്കാണ് എന്തെന്ന് പറയുന്നത് പീരിയോഡിക് ടേബിൾ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുവരെയും ഏകദേശം ഒരു 2017 മുതൽ മാക്സിമം 2024 വരെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന പോർഷൻ എന്താ ഒരു മോക്ക് ടെസ്റ്റ് പോലെ ചെയ്ത് 40 ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്നത്തെ എക്സാമിന് ഇട്ടിരിക്കുന്നത്. 40 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ആ ഒരു യൂണിറ്റ് വഴി അത്യാവശ്യം ചോദിക്കാവുന്ന എല്ലാ കണ്ടൻസും കിട്ടും. അതിൻ്റെ കണക്റ്റീവ് ഫാക്ട്സുമായിട്ട് ആ ഒരു പീരിയോഡിക് ടേബിൾ എന്നൊരു പോർഷൻ എന്താക്കാൻ നമുക്ക് സെറ്റാക്കി എടുക്കാം. അപ്പോൾ എത്ര മാർക്ക് കിട്ടിയെന്ന് എന്തായാലും കമൻറ്റ് ചെയ്യണം, മറക്കരുത്. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആധുനിക ആവർത്തന പട്ടികയിൽ ആകെ എന്താണ് 4 ബ്ലോക്കുകളുണ്ട്, 7 ബ്ലോക്കുകളുണ്ട്, 18 ബ്ലോക്കുകളുണ്ട്, 118 ബ്ലോക്കുകളുണ്ട്. എത്രയാണ് ആവർത്തന പട്ടികയിൽ എത്ര ബ്ലോക്കുകളാണുള്ളത്? അത് ഓപ്ഷൻ എ 4 ബ്ലോക്കുകളാണ് ആവർത്തന പട്ടികയിലുള്ളത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ആ ബ്ലോക്കുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. SPDF ഇങ്ങനെ 4 ബ്ലോക്കുകളാണ് നമ്മൾ എന്ത് പറയുന്നത് പീരിയോഡിക് ടേബിളിലുള്ളത്. അതിലെങ്ങനെയാണ് എസ് എന്ന് പറയുന്നത് എന്താണ് 1, 2 ഗ്രൂപ്പുകളെയാണ് നമ്മൾ എസ് ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുന്നത്. പി എന്ന് പറയുമ്പോൾ അതേതാണ് 13 മുതൽ 18 വരെ ഗ്രൂപ്പ് മൂലകങ്ങളെയാണ് പി ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുന്നത്. ഡി എന്ന് പറയുമ്പോൾ എത്രയാണ് 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പ് മൂലകങ്ങളെയാണ്. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സുമാണ് എഫ് ബ്ലോക്ക് മൂലകങ്ങൾ വരുന്നത്. അതായത് നമ്മുടെ അറ്റോമിക് നമ്പർ 57 മുതൽ 71 വരെ വരുന്നവയെ ലാന്തനോയിഡ്സ് എന്ന് പറയും. അതേപോലെ തന്നെ 89 മുതൽ 101 വരെ വരുന്നവയെ എന്ത് പറയും? ആക്ടിനോയിഡ്സുകൾ എന്ന് പറയും. ഇത്രയും ഗ്രൂപ്പ് മൂലകങ്ങളാണ് നമ്മുടെ ആവർത്തന പട്ടികയിലുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതാണ് നമ്മുടെ കണ്ടോ ഈ 1, 2 ഗ്രൂപ്പ് മൂലകങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് എസ് ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയും. ഇനി നമ്മൾ പറഞ്ഞു ഇവിടെയാണ് ഇത് നമ്മുടെ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പ് മൂലകങ്ങളെയാണ് എന്ത് പറയുന്നത് ഡി ബ്ലോക്ക് മൂലകങ്ങൾ. ഇവയാണ് എന്ത് പി ബ്ലോക്ക് മൂലകങ്ങൾ. ഇവയാണ് എന്ത് എഫ് ബ്ലോക്ക് മൂലകങ്ങൾ. ഇങ്ങനെയാണ് വേണ്ടോ ലാന്തനൈഡ്സ്, ആക്ടിനൈഡ്സ് 58 മുതൽ 71 വരെയും 90 മുതൽ എത്രയാണ് 103 വരെയുമാണ് എന്ത് പറയുന്നത് ആക്ടിനൈഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. പൊട്ടാസ്യത്തിൻ്റെ രാസപ്രതീകം എന്താണ്? പൊട്ടാസ്യത്തിൻ്റെ രാസപ്രതീകം അത് ഓപ്ഷൻ എ കെ ആണ്. പൊട്ടാസ്യം എന്ന് കാണുമ്പോഴേക്കും നമുക്ക് പിയിലോട്ടും PT പോകാനും ഒക്കെ ഒരു ടെൻഡൻസി ഉണ്ടാകും. പക്ഷേ ഇതൊന്നുമല്ല. പൊട്ടാസ്യത്തിൻ്റെ രാസപ്രതീകം എന്ന് പറയുന്നത് ഓപ്ഷൻ എ കെ ആണ്. എന്തുകൊണ്ടാണ്? കാലിയം എന്ന വേർഡിൽ നിന്നാണ് കെ എന്ന രാസപ്രതീകം വന്നത്. എന്നാൽ അങ്ങനെ നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് വരുന്ന ലാറ്റിൻ വേർഡ്സ് ഉണ്ട്. കാലിയം എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് പൊട്ടാസ്യത്തിന് കെ എന്ന രാസപ്രതീകം വന്നത്. നോക്കിക്കേ, സ്വർണം എന്താണ്? സ്വർണം എന്ന് പറയുന്നത് AU ആണ് പ്രതീകം. ഓറം എന്ന വേർഡിൽ നിന്നാണ്. അതേപോലെ പിന്നെന്താണ് അയൺ ഐ അല്ല. അയണിൻ്റെ രാസപ്രതീകം എന്താണ്? Fe ആണ്. എന്ത് വാക്കിൽ നിന്നാണ്? ഫെറം എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ്. അടുത്തത് ലെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? PB എന്തുകൊണ്ടാണത്? പ്ലംബം. അതുകൊണ്ടാണ് ലെഡ് അമിതമാകുന്ന അവസ്ഥയെ പ്ലംബിസം എന്ന് പറയുന്നത്. പിന്നെ പൊട്ടാസ്യം എന്താണ്? കാലിയം നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ്? സോഡിയത്തിന് എസ് ഒന്നുമല്ല. എന്താണ് വരുന്നത്? Na. കാര്യം എന്താണ്? നാട്രിയം എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് സോഡിയത്തിന് ആ പേര് ലഭിച്ചത്. ടിന്നിന് എന്താണ്? ടിന്നിന് SN ആണ്. എന്താണ്? സ്റ്റാനം എന്ന വേർഡിൽ നിന്നാണ് ടിന്നിന് SN എന്ന പ്രതീകം വരുന്നത്. പിന്നെ ടങ്സ്റ്റൺ എന്താണ്? ടങ്സ്റ്റൺ എന്ന് പറയുന്നത് എന്താണ്? W ആണ്. W എന്താണ്? വുൾഫ്രം എന്ന വേർഡിൽ നിന്നാണ് ടങ്സ്റ്റത്തിന് വുൾഫ്രം എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ടങ്സ്റ്റന് W എന്ന ഇത് വന്നത്. കോപ്പർ എന്താണ്? Cu. അതെന്താണ്? കുപ്രം എന്ന വേർഡിൽ നിന്നാണ്. ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്ന ഒരു സാധനമാണ് എന്ത്? മെർക്കുറിക്ക് എന്താണ്? Hg. എന്തിൽ നിന്നാണ് ആ പേര് വന്നത്? ഹൈഡ്രാർജിയം എന്ന വേർഡിൽ നിന്നാണ് മെർക്കുറിക്ക് Hg എന്ന പ്രതീകം വരുന്നത്. ഇനി അടുത്തതാണ് ആൻറ്റിമണി എന്താണ്? ആൻറ്റിമണിക്ക് വരുന്നത് SB ആണ്. അതായത് സ്റ്റിബിയം എന്ന വേർഡിൽ നിന്നാണ് ആൻറ്റിമണിക്ക് SB എന്ന പ്രതീകം വരുന്നത്. പിന്നെ വരുന്നതാണ് വെള്ളിക്ക് എന്താണ്? AG ആണ് വെള്ളി വരുന്നത്. എന്താണ്? അർജൻറ്റം.
ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ഫാക്ട്സ് ആണ്. വെള്ളി ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ മെർക്കുറി, പിന്നെ സാധാരണ ചോദിക്കുന്നതാണ് ഇത് സോഡിയം ഒക്കെ, ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ടങ്സ്റ്റനൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ മെർക്കുറി HG ആണ്, ഹൈഡ്രാർജിയം, ആൻറ്റിമണി SB ആണ്, സ്റ്റിബിയം ആണ്, വെള്ളി AG ആണ്, അർജൻറ്റമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെള്ളിയുടെ ലാറ്റിൻ ഭാഷയിലെ പേരെന്താ? എന്താണ് വെള്ളി എഴുതുന്നത് എങ്ങനെയാണ്? AG എന്താണ്? വെള്ളി അർജൻറ്റം. ഓപ്ഷൻ സി അർജൻറ്റമാണ്. പ്ലംബം എന്താണ്? പ്ലംബം ലെഡ് ആണ്, PB ആണ്. നേട്രിയം Na സോഡിയം ആണ്. ഫെറം എന്ന് പറയുന്നത് Fe അയൺ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ മൂലകം ഏത്? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. PSC ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ മൂലകമാണെന്ത്? ഓപ്ഷൻ എ ടെക്നീഷ്യം. ടെക്നീഷ്യമാണ് ആദ്യമായിട്ട് നിർമ്മിക്കപ്പെട്ട കൃത്രിമ മൂലകം. എന്താണ് ടെക്നീഷ്യത്തെ പറ്റി മറ്റേതൊക്കെ പഠിക്കാനുള്ളത്? 43 ടെക്നീഷ്യത്തിൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 43. ഓക്കെ, മൂലകം എന്ന വാക്ക് ആദ്യമായി നിർദ്ദേശിച്ചത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? മൂലകം എന്ന വാക്ക് ആദ്യമായി നിർദ്ദേശിച്ചത് റോബർട്ട് ബോയിലാണ്. റോബർട്ട് ബോയിൽ, നമുക്ക് ബോയിൽ നിയമമൊക്കെ പഠിക്കാനില്ലേ? ആ റോബർട്ട് ബോയിലാണ് ആദ്യമായിട്ട് മൂലകം എന്ന മൂലകം അഥവാ എലമെൻ്റ് എന്ന വാക്ക് ആദ്യമായി നിർദ്ദേശിച്ചത്. ഇനി ചോദിക്കട്ടെ, ആദ്യത്തെ നിർമ്മിക്കപ്പെട്ട കൃത്രിമ മൂലകം നമ്മൾ പറഞ്ഞു. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ റബ്ബർ ഏതാ? കൃത്രിമ റബ്ബർ എന്ന് പറയുന്നത് നിയോപ്രിൻ ആണ്. കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഏതാണ്? അത് ബേക്കലൈറ്റ് ആണ്. ബേക്കലൈറ്റ്. ആദ്യത്തെ കൃത്രിമ നൂല് ഏതാണ്? നൂലെന്ന് പറയുന്നത് നൈലോൺ ആണ്. ഇനി അതേപോലെ ആദ്യമായിട്ട് നിർമ്മിക്കപ്പെട്ട കൃത്രിമ പഞ്ചസാരയുണ്ട്. അതേതാണ്? സാക്കറിൻ ആണ്. സാക്കറിൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ കൃത്രിമ റബ്ബർ നിയോപ്രിൻ, ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ബേക്കലൈറ്റ്, ആദ്യത്തെ കൃത്രിമ നൂല് നൈലോൺ, ആദ്യത്തെ കൃത്രിമ പഞ്ചസാര സാക്കറിൻ, ആദ്യത്തെ കൃത്രിമ മൂലകം ടെക്നീഷ്യൻ. മൂലകം എന്ന വാക്ക് ആദ്യമായി നിർദ്ദേശിച്ചാരാണ്? റോബർട്ട് ബോയിലാണ്. ആവർത്തന പട്ടികയുടെ 150-ാം വാർഷികം ഏത് വർഷമായിരുന്നു? ആവർത്തന പട്ടികയുടെ 150-ാം വാർഷികം ഏതായിരുന്നു? 2019 ആവർത്തന പട്ടികയ്ക്ക് 150 വർഷം തികഞ്ഞത്. സോ നമ്മുടെ മെൻ്റലീവ് രൂപം കൊടുത്താണ് ആവർത്തന പട്ടിക. അത് 150 വർഷമായി 2019 വന്നപ്പോഴേക്കും. ഓക്കെ, UN ജനറൽ അസംബ്ലി ഇൻ്റർനാഷണൽ ഇയർ ഓഫ് പീരിയോഡിക് ടേബിൾ ആയി പ്രഖ്യാപിച്ച വർഷം ഏതായിരിക്കാം? ഓപ്ഷൻ സി 2019. നമ്മളിപ്പോൾ പറഞ്ഞതാണ് 2019 ആവർത്തന പട്ടികയുടെ 150-ാം വാർഷികം ആഘോഷിച്ചത്. അതുകൊണ്ട് തന്നെ 2019 എന്തായിട്ട് ആഘോഷിച്ചത്? ഇൻ്റർനാഷണൽ ഇയർ ഓഫ് പീരിയോഡിക് ടേബിളായിട്ട് പ്രഖ്യാപിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആവർത്തന പട്ടിക ഉപയോഗിച്ചുകൊണ്ട് മഗ്നീഷ്യവും നൈട്രജനും തമ്മിൽ സംയോജിപ്പിച്ചുണ്ടാകുന്ന സംയുക്തത്തിൻ്റെ രാസസൂത്രം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമുക്കറിയാം മഗ്നീഷ്യവും അതേപോലെ നൈട്രജനും കൂടിച്ചേർന്ന് ഉണ്ടാകുന്ന സാധനം എന്തായിരിക്കാം? മഗ്നീഷ്യം നൈട്രൈഡ് എന്ന് പറയുന്ന വസ്തുവാണ്. മഗ്നീഷ്യം നൈട്രൈഡ്. അതായത് നമുക്കറിയാം മഗ്നീഷ്യത്തിൻ്റെ വാലൻസി, കുറേ എണ്ണത്തിൻ്റെ വാലൻസി നമ്മൾ പഠിച്ചു വെക്കണം. മഗ്നീഷ്യത്തിൻ്റെ വാലൻസി എന്ന് പറയുന്നത് 2, നൈട്രജൻ്റെ വാലൻസി എന്ന് പറയുന്നത് 3. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്തായിരിക്കും വരുന്നത്. അതായത് എങ്ങനെ വരും? Mg3N2 എന്നുള്ളതാണ്. Mg3N2 ഇതായിരിക്കും എന്ത് വരുന്നത്? ഓപ്ഷൻ ബി Mg3N2 എന്നാണ് മഗ്നീഷ്യം നൈട്രൈഡിൻ്റെ രാസസൂത്രം. അപ്പോൾ മഗ്നീഷ്യവും നൈട്രജനും തമ്മിൽ സംയോജിപ്പിച്ചുണ്ടാകുന്ന സംയുക്തത്തിൻ്റെ രാസസൂത്രം എന്ന് ചോദിച്ചാൽ മഗ്നീഷ്യത്തിൻ്റെ വാലൻസി എത്രയാണോ നൈട്രജൻ്റെ വാലൻസിയും കണ്ടുപിടിക്കാം. മഗ്നീഷ്യത്തിൻ്റെ വാലൻസി 2, നൈട്രജൻ്റെ വാലൻസി 3. എപ്പോഴും എന്ത് ചെയ്യണം? അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്തായിരിക്കും വരുന്നത്. സോ Mg3N2 വരും. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതകളെ സംബന്ധിക്കുന്ന ഏതാനും പ്രസ്താവനകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. പീരിയഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്തോറും മാറ്റത്തിൻ്റെ വലിപ്പം കുറഞ്ഞു വരുന്നു. ഇത് ശരിയായ പ്രസ്താവനകളാണ് നമുക്ക് വേണ്ടത്. ഇത് ശരിയായ പ്രസ്താവനയാണ്. പീരിയഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുന്തോറും ന്യൂക്ലിയസിൻ്റെ ചാർജ് കൂടുന്നു. ഇതും ശരിയാണ്. ആറ്റത്തിൻ്റെ വലിപ്പം കൂടുമ്പോൾ അയോണീകരണ ഊർജ്ജം എന്ത് സംഭവിക്കുന്നുണ്ട്? കുറയുന്നുണ്ട്. ഓക്കെ, ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് അയോണീകരണ ഊർജ്ജം കുറയുന്നു. ഇതും ശരിയാണ്. സോ ഓൾ ഓഫ് ദ എബോവ് ആണ്. എല്ലാം ശരിയായ പ്രസ്താവനയാണ്. ഇത് പഠിക്കാനായിട്ട് നിങ്ങൾ ഈ ഒരു ബോക്സ് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ആറ്റത്തിൻ്റെ വലിപ്പം ഗ്രൂപ്പിൽ നിന്ന് താഴേക്ക് വരുന്തോറും എന്ത് സംഭവിക്കുന്നുണ്ട്? ആറ്റത്തിൻ്റെ വലിപ്പം കൂടിക്കൂടി വരുന്നത്. അതായത് ഇങ്ങനെ വലുതായി താഴേക്ക് വരുന്തോറും എന്ത് സംഭവിക്കുന്നുണ്ട്? വലുതായിട്ട് വരുന്നുണ്ട്.
ഇനി നെക്സ്റ്റ് എന്താണ്? ലോഹ സ്വഭാവം. ആദ്യം ഇത് മാത്രം പഠിക്കുക. ലോഹ സ്വഭാവം എന്താണ്? ആ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് പോകുന്ന ഒരു ലോഹ സ്വഭാവം കൂടുന്നു. ലോഹ സ്വഭാവം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? അലോഹ സ്വഭാവം എന്തായിരിക്കും? കുറയുകയായിരിക്കും. അതേപോലെ തന്നെ അയോണീകരണ ഊർജ്ജം കുറയുന്നു, ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയുന്നു. ഈ ഒരു ബോക്സ് നന്നായിട്ട് പഠിച്ചു വെക്കുക. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പായിട്ട് ചോദിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അതേപോലെ തന്നെയാണ് പറയുന്നത്, പിരീഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുന്തോറും എന്ത് സംഭവിക്കുന്നു? ആറ്റത്തിൻ്റെ വലിപ്പം കുറയുന്നു. ലോഹ സ്വഭാവം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും അലോഹ സ്വഭാവം എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. അലോഹ സ്വഭാവം അതേപോലെ തന്നെ അയോണീകരണ ഊർജ്ജം കൂടുന്നു, ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുന്നു. കണ്ടോ? ഇത് മൂന്നും സെറ്റാണ്, ഇത് രണ്ടും സെറ്റായിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ആര്? അഷ്ടക നിയമം ആരാണ്? അഷ്ടക നിയമം ആവിഷ്കരിച്ചത്? അത് ന്യൂലാൻഡ്സ് ആണ്. ന്യൂലാൻഡ്സിൻ്റെ അഷ്ടക നിയമം, അതായത് മൂലകങ്ങളെ വർഗീകരിക്കുന്നതിൽ അഷ്ടക നിയമം കൊണ്ടുവന്നത് ആരാണ്? ന്യൂലാൻഡ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മെൻഡലീവിൻ്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് എന്തിൻ്റെ ബേസിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? മെൻഡലീവിൻ്റെ ആവർത്തന പട്ടികയിലാണ്. ഏതായിരിക്കും അത്? മാസിൻ്റെ ആരോഹണക്രമത്തിൽ മാസ് എന്ത് ചെയ്യുന്നുണ്ട്? ചെറുതിൽ നിന്ന് വലുതിലേക്ക് കൂടുന്നതനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? മെൻഡലീവ് ആവർത്തന പട്ടിക സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇതെന്ന് പറയുന്ന മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ടാണ് തന്നിരിക്കുന്നത്. അതിന് നമുക്ക് ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ്? ത്രികങ്ങളായിട്ട് ആരാണ് വർഗീകരിച്ചത്? അത് ഡോബറൈനറാണ്. സോ 1, 4 അഷ്ടകങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞതാണല്ലേ. അഷ്ടകങ്ങളായിട്ട് ആരായിരുന്നു? ന്യൂലാൻഡ്സിൻ്റെ ഒക്ടറ്റ് നിയമം. അപ്പോൾ അഷ്ടകങ്ങളായിട്ട് വർഗീകരിച്ചത് ന്യൂലാൻഡ്സ് ആണ്. ആറ്റോമിക ഭാരം അടിസ്ഥാനമാക്കി, ഇപ്പോൾ നമ്മൾ ജസ്റ്റ് പറഞ്ഞതല്ലേ, ആറ്റോമിക ഭാരത്തിൻ്റെ ബേസിലാണ് ആര്? മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിൾ ആറ്റോമിക ഭാരത്തെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തത്. സോ 3 എന്ന് പറയുന്നത് 1. ആറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് ആര് വരുന്നത്? മോസ്ലി വരുന്നത്. ആറ്റോമിക നമ്പർ അടിസ്ഥാനമാക്കിയുള്ള പീരിയോഡിക് ടേബിളാണ് ആര്? മോസ്ലി. സോ ഏതാണ് ആൻസർ വരുന്നത്? 4, 2 വരും. സോ ആൻസർ ഏത് വരും? ഓപ്ഷൻ സി ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 1, 4, 2, 3, 3, 1, 4, 2 എന്ന് വരും. കണ്ടോ? അപ്പോൾ ത്രികങ്ങളാണെങ്കിൽ ന്യൂലാൻഡ്സ് വരും, ത്രികങ്ങളാണെങ്കിൽ ഡോബറൈനർ വരും, അഷ്ടകങ്ങളാണെങ്കിൽ ന്യൂലാൻഡ്സ്, ആറ്റോമിക ഭാരത്തെ അടിസ്ഥാനമാക്കി മെൻഡലീഫും ആറ്റോമിക നമ്പറിനെ അടിസ്ഥാനമാക്കി ആരാണ്? മോസ്ലിയുമാണ് ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൂലകങ്ങളുടെ അവയുടെ ആറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ആരാണ് ആറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരണം നടത്തിയത്? ഓപ്ഷൻ സി മോസ്ലി ആണ്. ആധുനിക ആവർത്തന പട്ടികയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തതേത്? തെറ്റായ പ്രസ്താവനകളാണ് ചോദിക്കുന്നത്. ഏതൊക്കെയാണ്? ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് മോസ്ലിയാണ്. സോ ഇത് ശരിയായ പ്രസ്താവനയാണ്. ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവാണ് ആര്? മോസ്ലി. ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് മെൻഡലീവാണ്. ഇത് ശരിയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് തെറ്റണ്ടേ? ഇനി ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ആറ്റോമിക നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിലാണ് വിന്യസിച്ചിരിക്കുന്നത്. ഇതും ശരിയാണ്. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ആറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിലാണ്. ആറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിൽ ആരായിരുന്നു? മെൻഡലീവാണ് ആറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചിരിക്കുന്നത്. സോ 1, 4 ശരി. സോ തെറ്റ് ഏതാണ്? 1, 3 ശരി, 2, 4 തെറ്റ് വരുന്നത്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയല്ലാത്ത പ്രസ്താവനകളാണ്, അതായത് തെറ്റായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ ബി 2, 4 വരും ആൻസറായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആധുനിക പീരിയോഡിക് ടേബിളിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത്? മോസ്ലിയാണ്. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് താഴെ പറയുന്നതിൽ ഏത് ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഏത് ഗുണമാണ്? ആറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആറ്റോമിക മാസ് ആണെങ്കിൽ ആര് വരും? അത് മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിളാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ജസ്റ്റ് ഇത് ബാക്കി ക്ലാസിഫിക്കേഷൻസ് ഒന്ന് പറയാം. എങ്ങനെയൊക്കെയാണ്? അതായത് മൂലകങ്ങളുടെ നമ്മൾ വർഗീകരിക്കുന്നതിൽ തന്നെ തുടക്കം കുറിച്ചത് ആരായിരുന്നു? മൂലകങ്ങളുടെ വർഗീകരണത്തിൽ തുടക്കം കുറിച്ചത് ആൻറ്റോയിൻ ലാവോസിയെയാണ് മൂലകങ്ങളുടെ വർഗീകരണത്തിൽ തുടക്കം കുറിച്ചത്. അദ്ദേഹം എങ്ങനെയാണ് മൂലകങ്ങളെ വർഗീകരിച്ചത്? ലോഹങ്ങളെന്നും
അലോഹങ്ങളെന്നും വർഗീകരിച്ചു അദ്ദേഹം. ലാവോസിയാണ് ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വർഗീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പരിമിതി എന്ന് പറയുന്നത് അദ്ദേഹം ഉപലോഹങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം എവിടെ ഉൾപ്പെടുത്തണമെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ഉപലോഹങ്ങളെ അദ്ദേഹം ഉൾപ്പെടുത്തിയില്ല. അതിനുശേഷമാണ് എന്ത് സംഭവിക്കുന്നത്, ആറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിൽ ആരാണ്, മെൻഡലീവ് എന്ത് ചെയ്യുന്നുണ്ട്, മൂലകങ്ങളെ വർഗീകരിക്കുന്നത്. അങ്ങനെ മെൻഡലീവിൻ്റെ ആവർത്തന പട്ടികയിൽ 63 മൂലകങ്ങളാണ് അദ്ദേഹം വർഗീകരിച്ചത്. പിന്നീടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ത്രികങ്ങൾ എന്ന രീതിയിൽ വർഗീകരിക്കുന്നുണ്ട്. അതാരാണ്, ഡോബറൈനറാണ് ത്രികങ്ങൾ എന്ന രീതിയിൽ വർഗീകരിക്കുന്നത്. ഇനി അതായത് 3 ഗ്രൂപ്പുകളുള്ള ഓരോരോ സെറ്റാക്കി അദ്ദേഹം തിരിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ത്രികങ്ങൾ എന്ന് പറയുന്നത്. ഇനി ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്, അത് മെൻഡലീവാണ്. ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മെൻഡലീവാണ്. പക്ഷേ ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് അറിയപ്പെടുന്ന ആരാണ്, അത് ഹെൻറി മോസ്ലിയാണ്. ആവർത്തന പട്ടികയുടെ പിതാവ് മെൻഡലീവും ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവാണെങ്കിൽ അത് ഹെൻറി മോസ്ലിയുമാണ്. ഓക്കെ, അങ്ങനെ മെൻഡലീവ് മാസിൻ്റെ അടിസ്ഥാനത്തിലും മോസ്ലി എന്തായിരുന്നു, ആറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിലുമാണ് അദ്ദേഹം ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. പിന്നെ വരുന്ന ആരാണ്, അഷ്ടക നിയമം, അതായത് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയും. ലോ ഓഫ് ഒക്ടേവ്സ് ആരായിരുന്നു, ജോൺ അലക്സാണ്ടർ ന്യൂലാൻഡ്സ് ആണ് എന്ത് ചെയ്യുന്നത്, മൂലകങ്ങളെ 8 ഗ്രൂപ്പ് വീതമാക്കി തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിൾ എത്രയായിരുന്നു, 56 മൂലകങ്ങളാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ പീരിയോഡിക് ടേബിളിലെ നമ്മുടെ ഓരോ ഗ്രൂപ്പ് മൂലകങ്ങളെയും പല പല പേരുകളാക്കി തിരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്, 1-ാം ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്, ആൽക്കലി ലോഹം. അതിൽ വരുന്നതാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം എന്നൊക്കെ ആൽക്കലി ലോഹങ്ങളിൽ വരുന്നതാണ്. 2-ാം ഗ്രൂപ്പ് മൂലകങ്ങൾ എന്താണ് പറയുന്നത്, ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളെന്ന് പറയും. ഓക്കെ, ഇനി അതേപോലെ തന്നെ പിന്നെ വരുന്നത് 13 ആണ്. 13 അതിൽ ആദ്യത്തെ മൂലകമായ ബോറോൺ കുടുംബം എന്ന് പറയും. 14 എന്താണ്, കാർബൺ കുടുംബം. 15 നൈട്രജൻ കുടുംബം. 16 ഓക്സിജൻ കുടുംബം. 17 പറയുന്നത് ഹാലോജൻ എന്നും 18 പറയുന്നത് അലസവാതകങ്ങളെന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിൽ ഓരോ മൂലകങ്ങളിലെ ഏതാണ് കൂട്ടത്തിൽ പെടാത്തതെന്നാണ്. അതായത് 1-ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് ആൽക്കലി ലോഹം. അതിൽ വരുന്നതാണ് എന്ത്, സോഡിയം എന്ന് പറയുന്നത്. കാൽസ്യം എന്ന് പറയുന്നത് എന്താണ്, കാൽസ്യം ഒരു സംക്രമണ ലോഹമല്ല. കാൽസ്യം ഏതിലാണ് വരുന്നത്, കാൽഷ്യം എന്ന് പറയുന്നത് 2-ാം ഗ്രൂപ്പിൽ വരുന്നതാണ്. ആൽക്കലൈൻ എർത്തിൽ വരുന്നതാണ് കാൽഷ്യം എന്ന് പറയുന്നത്. അലൂമിനിയം ബോറോൺ കുടുംബമാണ്. ഏതൊക്കെയാണ് ബോറോൺ കുടുംബത്തിൽ വരുന്നത്, ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം ഒക്കെയാണ് ബോറോൺ കുടുംബത്തിൽ വരുന്നത്. സോ ഇതും ശരിയാണ്. ക്ലോറിൻ എന്ന് പറയുന്നത് ഒരു ഹാലോജനാണ്. അതായത് 17-ാം ഗ്രൂപ്പ് മൂലകമാണ് ക്ലോറിൻ എന്ന് പറയുന്നത്. അലസവാതകമല്ല. സോ ഇതും തെറ്റാണ്. നമുക്ക് വേണ്ടത് പരസ്പര ബന്ധമില്ലാത്തത്. സോ തെറ്റായ പ്രസ്താവനകളാണ് വേണ്ടത്. ഏത് വരും, 2ഉം 4ഉമാണ് തെറ്റായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് പഠിക്കേണ്ടത്. 1-ാം ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആൽക്കലി, 2-ാം ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത്, 13-ാം ഗ്രൂപ്പ് ബോറോൺ, 14-ാം ഗ്രൂപ്പ് കാർബൺ, 15 നൈട്രജൻ, 16 ഓക്സിജൻ, 17 ഹാലോജൻ, 18 അലസവാതകങ്ങൾ. ഈ പേരുകൾ അത്യാവശ്യം കോമൺ ആയിട്ട് ചോദിക്കുന്ന കുറേ പേരുകളുണ്ട്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, ഇതൊക്കെ കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ്. ഇനി ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫാക്റ്റ് ഉണ്ട്. ഹൈഡ്രജൻ എന്ന് പറയുന്നത് നമുക്കറിയാം പീരിയോഡിക് ടേബിളിൽ 1-ാമത്തെ ഗ്രൂപ്പ് മൂലകമാണെങ്കിലും അവ എന്തല്ല, ആൽക്കലി ലോഹമല്ല. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ചോദിക്കുന്നതാണ് കാൽഷ്യം, കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ്. അലൂമിനിയം, ബോറോൺ, ഇതൊക്കെ കോമൺ ആണ്. കാർബൺ, ഫോസ്ഫറസ്, നൈട്രജൻ, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ, ടെന്നീസൺ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കംപ്ലീറ്റ് പഠിച്ച് വെക്കുക. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. PSC പരീക്ഷകളിൽ കോമൺ ആയിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പീരിയോഡിക് ടേബിളിനെ പറ്റിയുള്ള പ്രസ്താവനകൾ വായിച്ച് ഉത്തരം എഴുതുക. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും മാറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നു. പീരീഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുന്തോറും ലോഹ സ്വഭാവം കൂടുന്നു. നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞതല്ലേ. എന്തായിരുന്നു പറയുന്നത്, പീരീഡിൽ ഓക്കെ എന്താണ് ആറ്റത്തിൻ്റെ വലിപ്പം, എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞത്, ഗ്രൂപ്പിൽ താഴേക്ക് വരുന്തോറും ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നു. കണ്ട, ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നു. ശരിയാണ്. ലോഹ സ്വഭാവം പീരീഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പോഴേക്കും എന്താ ചെയ്യുന്നത്, കുറയുന്നു. അപ്പോൾ നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് നേരെ തിരിച്ചായിരുന്നു 2ാമത്തെ പ്രസ്താവന പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത് ശരിയാണ്. പീരീഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുന്തോറും ലോഹ സ്വഭാവം എന്താണ് ചെയ്യുന്നത്, കുറയുന്നു. സോ ഈ പ്രസ്താവന എന്താണ്, തെറ്റാണ്.
നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഉചിതമായ ഉത്തരം അല്ലേ. അപ്പോൾ എന്താണ്, 1 മാത്രമാണ് ഇവിടെ ശരിയായ പ്രസ്താവന. നെക്സ്റ്റ്, പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നവ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം. അപ്പോൾ ആ ഒരു ബോക്സ് എന്ത് ചെയ്യുക, നല്ല വൃത്തിക്ക് പഠിച്ചു വെക്കുക. കാര്യം ഇത് LGSന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് പോകും തോറും ആറ്റത്തിൻ്റെ വലിപ്പം എന്താണ്, കുറയുകയാണോ ചെയ്യുന്നത്. ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുംതോറും ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നു. സോ ഇതെന്താണ് പ്രസ്താവന, ഈ പ്രസ്താവന തെറ്റാണ്. ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത്, പീരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും ലോഹ സ്വഭാവം എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നു. ഇത് ശരിയായ പ്രസ്താവനയാണ്. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞതാണ്, പീരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുമ്പോഴും ലോഹ സ്വഭാവം കുറയുന്നു. ഗ്രൂപ്പിലാണെങ്കിൽ എന്ത് വരും, മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതോറും ലോഹ സ്വഭാവം കൂടുന്നു. പീരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുമ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നു, ആണോ. പീരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുമ്പോഴും ആറ്റത്തിൻ്റെ വലിപ്പം എന്താണ് ചെയ്യുന്നത്, കുറയുന്നു. സോ ഇതും തെറ്റാണ്. ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ലോഹ സ്വഭാവം കുറയുന്നു, ആണോ. ലോഹ സ്വഭാവം എന്താണ്, ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ലോഹ സ്വഭാവം എന്താ ചെയ്യുന്നു, കൂടുന്നു. സോ ഇതെന്താണ്, ഇതും തെറ്റാണ്. സോ ആൻസർ ഏതാണ്, ശരിയായ പ്രസ്താവന ചോദിച്ചിരിക്കുന്ന ആൻസർ ഏത് വരും, ബി വരും. ഇത് യൂണിവേഴ്സിറ്റി LGS പ്രിലിംസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതായത് LGSന് ചോദിക്കാമെങ്കിൽ LDCക്കും ഡിഗ്രി ലെവലിനും LPUPക്കും ഏതിന് വേണമെങ്കിലും ചോദിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങൾ ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ പെടുന്നു. ഏത് ബ്ലോക്കായിരിക്കും നിറമുള്ള സംയുക്തങ്ങളെ ഉൾപ്പെടുത്തുന്നത്. അതായത് കണ്ടോ, LDCക്ക് ചോദിച്ചതാണ്, 10th ലെവൽ പ്രിലിംസിന് ചോദിച്ചതാണ്. ഏതാണ്, D ബ്ലോക്ക് മൂലകങ്ങളാണ്. അതായത് നമ്മുടെ പീരിയോഡിക് ടേബിൾ 3 മുതൽ 12 വരെയുള്ള മൂലകങ്ങളെയാണ് എന്ത് പറയുന്നത്, സംക്രമണ മൂലകങ്ങൾ അഥവാ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇവയാണ് എന്ത്, D ബ്ലോക്ക് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇവയാണെന്ത്, സംക്രമണ മൂലകങ്ങൾ. ഓക്കെ. ഇനി ഇതേപോലെ തന്നെ 12ാം ഗ്രൂപ്പിൽ വരുന്ന കുറച്ച് മൂലകങ്ങളുണ്ട്. ഏതൊക്കെയാണ്, സിങ്ക്, അതേപോലെ കാഡ്മിയം, പിന്നെ ഏതാണ്, മെർക്കുറി. ഇവയെല്ലാം എന്താണ്, സംക്രമണ മൂലകങ്ങളുടെ എല്ലാ പൊതുഗുണങ്ങളും കാണിക്കുന്നവയല്ല. ഓക്കെ. ഇവ എന്താണ്, ഇത് മൂന്നും 12ാമത്തെ ഗ്രൂപ്പിൽ വരുന്നതാണ്. ഇവ മൂന്നും. പക്ഷേ ഇവ എന്താണ്, സംക്രമണ മൂലകങ്ങളുടെ എല്ലാ സ്വഭാവവും കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവയെ അറിയപ്പെടുന്ന എന്താണ്, കപട സംക്രമണ മൂലകങ്ങൾ. ഇമ്പോർട്ടൻ്റ് ആണ്. സിങ്ക്, കാഡ്മിയം, എന്താണ്, മെർക്കുറി. ഇതെന്തായിരുന്നു, നമ്മുടെ UPക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ ഇത്. അപ്പോൾ സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്നിവയാണ് എന്ത് പറയുന്നത്, കപട സംക്രമണ മൂലകങ്ങൾ അഥവാ സ്യൂഡോ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. സിങ്ക്, കാഡ്മിയം, മെർക്കുറി. സിങ്ക്, കാഡ്മിയം, മെർക്കുറി കപട സംക്രമണ മൂലകങ്ങളാണ്. പഠിച്ചു വെച്ചോളണം. 3D10 4s1 എന്ന ബാഹിതമായ ഇലക്ട്രോൺ വിന്യാസമുള്ള മൂലകമേത്. ഏതായിരിക്കും, 3D10 എന്ന് പറയുമ്പോഴേക്കും ഇവിടുത്തെ ലാസ്റ്റ് വരുന്നത് ഡിയിലാണ് വരുന്നത്. D ബ്ലോക്ക് ബ്ലോക്കിലാണ് ഇത് വരുന്നത്. അപ്പോൾ സോ ഇവിടെ ആൻസർ ഇത് വരും, ഓപ്ഷൻ സി. അതായത് നമുക്കിവിടെ ഊർജ്ജ വിന്യാസം എന്ന് പറയാം. അതായത് ശരിക്കും നമുക്ക് 4s ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ 3D ഫില്ല് ചെയ്യേണ്ടത്. അങ്ങനെ കുറച്ച് റൂൾസൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ അറിയുക ഇവിടെ എന്താണിത്, D ബ്ലോക്ക് മൂലകമാണെന്ന് അറിഞ്ഞിരിക്കുക. അതിൻ്റെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ക്ലാസ് ആയിട്ട് ചെയ്തു തരാം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംക്രമണ മൂലകങ്ങളുടെ ആദ്യത്തെ വരിയിൽ ഇലക്ട്രോൺ നിറയുന്നത് ഏത് ഓർബിറ്റലിലാണെന്ന്. ഇലക്ട്രോൺ നിറയുന്നത് ഏതിലായിരിക്കും, ഇവിടെ തന്നിരിക്കുന്നതിൽ 3Dയിലായിരിക്കും ആദ്യം സംക്രമണ മൂലകങ്ങൾ. ഓക്കെ. സംക്രമണ മൂലകങ്ങളുടെ ആദ്യത്തെ വരിയിൽ ഇലക്ട്രോൺ നിറയുന്നതെന്ന് ചോദിച്ചാൽ ആൻസർ ചെയ്ത് വരും 3D ആണ്. അതായത് D ബ്ലോക്ക് മൂലകങ്ങളിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്, 10 ഇലക്ട്രോൺസാണ് D ബ്ലോക്കിൽ വരുന്നത്. പിന്നെ എന്ത് വരും, പിന്നെന്താണ്, ഒരു പീരിയോഡിക് ടേബിളിലെ 3ാം പീരീഡ് മുതലാണ് സംക്രമണ മൂലകങ്ങൾ ആരംഭിക്കുന്നത്. 3D നമുക്കറിയാം എങ്ങനെയാണ്, 1s2, പിന്നെ എന്ത് വരും, 1s2, 2s2, 2p6. അടുത്തതാണ് എന്ത് വരുന്നത്, 3s2, 3p6, 3D വരുന്നത്. അപ്പോൾ D എന്ന് പറയുന്നത് സംക്രമണ മൂലകങ്ങൾ വരുന്നത് എവിടെ തൊട്ടാണ്, 3ാമത്തെ പീരീഡ് മുതലാണ് സംക്രമണ മൂലകങ്ങൾ വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൂലകങ്ങളുടെ ആവർത്തന പട്ടികയും ഇലക്ട്രോൺ വിന്യാസവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ ഏതെല്ലാം. ഏതൊക്കെയാണ്, D സബ്ഷെല്ലിൽ പരമാവധി കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്, 10 ആണ്. ശരിയായ പ്രസ്താവനയാണ്. എല്ലാ S ബ്ലോക്ക് മൂലകങ്ങളും എന്താണ്, ലോഹങ്ങളാണ്. നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാ S ബ്ലോക്ക് മൂലകങ്ങളും ലോഹങ്ങളെന്ന് പറയാൻ പറ്റില്ല. സോ ഇതെന്താണ്, ഇവിടെ ഇത് തെറ്റായ പ്രസ്താവനയാണ്. പിന്നെ എന്താ പറയുന്നത്, ശരിയായവയാണ് നമുക്ക് വേണ്ടത്. D ബ്ലോക്ക് മൂലകങ്ങളെയാണ് നമ്മൾ സംക്രമണ മൂലകങ്ങൾ എന്ന് പറയുന്നത്. ഇതും ശരിയാണ്. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഇലക്ട്രോണുകളുടെ ഊർജ്ജം കുറഞ്ഞു വരുന്നു. എന്താണ് സംഭവിക്കുന്നത്, ഇലക്ട്രോണുകളുടെ ഊർജ്ജം കൂടിക്കൂടിയാണ് വരുന്നത്. അതായത് ഇതാണ് ന്യൂക്ലിയസ്. ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഇലക്ട്രോൺസ് വരുന്നുണ്ട്. ഇവിടെയാണ് നിൽക്കുന്ന ഒരു ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് ന്യൂക്ലിയസിൽ നിന്ന് വളരെ അകലത്തിലാണ്.
ഇവയ്ക്ക് പിടിച്ച് വെക്കാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. സോ എന്താണ്, ഇവയ്ക്ക് ഊർജ്ജം കൂടുതലായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പണ്ട് നേരത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ക്ലാസ്സിലൊരു ടീച്ചർ നിന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ടീച്ചർക്ക് ഒരു 4-5 പിള്ളേരാണ് ടീച്ചർക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമായിരിക്കും. പക്ഷേ കുട്ടികളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികളെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായി വരും. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെ എന്താ, ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നുണ്ട്. അവ ദൂരേക്ക് പോകുന്നതനുസരിച്ചാണെങ്കിൽ എന്ത് സംഭവിക്കും, ആ ടീച്ചർക്ക് എന്താ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവർക്ക് എന്തായിരിക്കും, ഊർജ്ജം കൂടുതലായിരിക്കും. അവർക്ക് എങ്ങനെയും ക്ലാസ്സിൽ നിന്ന് വെളിയിൽ ചാടാനുള്ള പ്രവണത കൂടുതലായിരിക്കും. അപ്പോൾ എന്താണ്, ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഇലക്ട്രോണുകളുടെ ഊർജ്ജം കുറഞ്ഞു വരുന്നു. കുറഞ്ഞല്ല വരുന്നത്, എന്താണ്, കൂടിയാണ് വരുന്നത്. സോ ഇതും തെറ്റായ പ്രസ്താവനയാണ്. നമുക്ക് ശരിയായതെന്ന് ചോദിക്കുമ്പോൾ ആൻസർ ഓപ്ഷൻ സി 1 and 3 ആണ്. ചുവടെ നൽകിയിരിക്കുന്ന കപട സംക്രമണ മൂലകം ഏത്? കണ്ടോ, നേരത്തെ നമ്മൾ പറഞ്ഞാണ് കപട സംക്രമണ മൂലകങ്ങൾ ഏതൊക്കെയായിരുന്നു, സിങ്ക്, കാഡ്മിയം, മെർക്കുറി, ഇവ 3 നമ്മൾ കപട സംക്രമണ മൂലകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏത് വരും, ഓപ്ഷൻ എ കാഡ്മിയമാണ്. കണ്ടോ, അസിസ്റ്റൻറ്റ് പ്രസിഡന്റ് ഓഫീസർ 2023 ഇതല്ലായിരുന്നു നമ്മുടെ UP സ്കൂൾ ടീച്ചർക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റെയർ എർത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങളേവ? റെയർ എർത്ത് എന്നറിയപ്പെടുന്നത് ഏതാണ് റെയർ എർത്ത്? അതായത് നമ്മുടെ ലാന്തനോയിഡ്സ്. നമുക്കറിയാം F ബ്ലോക്ക് മൂലകങ്ങളായിട്ട് 2 എണ്ണമുണ്ട്. ലാന്തനോയിഡ്സുമുണ്ട്, ആക്ടിനോയിഡ്സുമുണ്ട്. 57 മുതൽ 71 വരെയുള്ളവയെ ലാന്തനോയിഡ്സ് എന്നും അന്തസംക്രമണ മൂലകങ്ങളെന്ന് പറയും. അതേപോലെ തന്നെ 89 മുതൽ 103 വരെയുള്ളവയെ ആക്ടിനോയിഡ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ലാന്തനോയിഡുകളും ആക്ടിനോയിഡുകളും കൂടിച്ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത്, F ബ്ലോക്ക് മൂലകങ്ങൾ അഥവാ അന്തസംക്രമണ മൂലകങ്ങൾ എന്ന് പറയുന്നത്. ഇവയിൽ ലാന്തനോയിഡ്സ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്, റെയർ എർത്ത്. അപ്പോൾ റെയർ എർത്ത് എന്നറിയപ്പെടുന്ന ഏതാണ്, ഓപ്ഷൻ ബി ലാന്തനോയിഡ്സുകളാണ്. അന്തസംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ആവർത്തന പട്ടികയിലെ ഏത് ബ്ലോക്കിലെ മൂലകങ്ങളാണ്? ഏതാണ്, ഓപ്ഷൻ ഡി F ബ്ലോക്ക് മൂലകങ്ങളെയാണ് അന്തസംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത്. ന്യൂക്ലിയർ റിയാക്ടറുകൾ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത്? ന്യൂക്ലിയർ റിയാക്ടറുകൾ ഉപയോഗിക്കുന്ന ഇന്ധനം എന്ന് പറയുന്നത് ഏതാണ്, പ്ലൂട്ടോണിയമാണ് ന്യൂക്ലിയർ റിയാക്ടറുകൾ ഇതിൽ തന്നിരിക്കുന്നതിൽ ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ് ന്യൂക്ലിയർ റിയാക്ടറുകൾ ഉപയോഗിക്കുന്നത്? ഒന്ന് യുറേനിയമുണ്ട്, പിന്നെ തോറിയമുണ്ട്. യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം ഇവയൊക്കെയാണ് എന്ത് സംഭവിക്കുന്നത്, ന്യൂക്ലിയർ റിയാക്ടറുകൾ ഇന്ധനമായി ഉപയോഗിക്കുന്ന F ബ്ലോക്ക് മൂലകങ്ങൾ. അപ്പോൾ തന്നിരിക്കുന്നവയിൽ ഏതാണ്, പ്ലൂട്ടോണിയമാണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 16ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന ക്രിയാശീലത കൂടിയ മൂലകം ഏത്? 16ാമത്തെ ഗ്രൂപ്പിൽ വരുന്നത് ഏതൊക്കെയാണെന്നറിയാവോ? ഓക്സിജൻ ഉണ്ട്, സൾഫർ ഉണ്ട്, അതേപോലെ സെലിനിയം, ഓക്സിജൻ, സൾഫർ, സെലിനിയം, ടെലൂറിയം, പൊളോണിയം, ലിവർമോറിയം, ഇങ്ങനെയുള്ളതൊക്കെയാണ് എന്ത് 16ാം ഗ്രൂപ്പിൽ വരുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ക്രിയാശീലത ഏറ്റവും കൂടിയതാണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടിയതെന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യത്തേതായിരിക്കും. സോ അതേതാണ്, ഓക്സിജനാണ്. ഓക്സിജൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? ഓക്സിജൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 8 ആണ്. ഓക്സിജൻ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ എങ്ങനെയാണ്? അത് അംശീക സ്വേദനമാണ് ഓക്സിജൻ വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത്. ഇനി ഓക്സിജൻ ഖരമായിട്ട് മാറുന്നുണ്ട്. എത്രയാണ്? -129 ഡിഗ്രി സെൽഷ്യസിലാണ് എന്ത് സംഭവിക്കുന്നത്? ഓക്സിജൻ ഒരു ഖരമായിട്ട് മാറുന്നത്. ഓക്സിജൻ ശരിക്കും അത് വാതകമല്ല, അത് ദ്രാവകമായി മാറുന്ന എപ്പോഴാണ്? -183 ഡിഗ്രി സെൽഷ്യസിലാണ് എന്ത് സംഭവിക്കുന്നത്? ദ്രാവകമായിട്ട് മാറുന്നത്. -183 ഡിഗ്രി സെൽഷ്യസ് അഥവാ -297 ഫാരൻഹീറ്റ് എന്ന് പറയും. ഇതെന്താ -219 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് എന്താണ്? ഓക്സിജൻ എന്തായിട്ട് മാറുന്നതാണ്? ഖരമായിട്ട് മാറുന്നത്. അഥവാ ഇത് എത്രയാണ്? -362 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഓക്കെ, ഇതൊന്നും പഠിച്ചില്ലെങ്കിലും ഇത്രയും കാര്യങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക. എന്താണ് ഓക്സിജൻ്റെ വ്യാവസായിക പ്രക്രിയയാണ് അംശീക സ്വേദനം. 16ാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീല കൂടിയതാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. ഓക്സിജൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആദ്യത്തെ കൃത്രിമ മൂലകം ഏതാണ്? ആദ്യത്തെ കൃത്രിമ മൂലകം ടെക്നീഷ്യൻ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ടെക്നീഷ്യത്തിൻ്റെ ആറ്റോമിക് നമ്പർ 43 ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ലേ. നെക്സ്റ്റ്, W എന്നത് ഏത് മൂലകത്തിൻ്റെ പ്രതീകമാണ്? W ഏതായിരുന്നു? W എന്നത് നമ്മുടെ വനേഡിയം അല്ല, W ടങ്സ്റ്റൻ ആണ്. വനേഡിയം അല്ല, ടങ്സ്റ്റൻ ആണ് W എന്ന് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് വനേഡിയം വരും, പക്ഷേ W എന്താണ്? ടങ്സ്റ്റൻ ആണ്. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? SN എന്തായിരുന്നു? SN എന്ന് പറഞ്ഞാൽ ടിന്നാണ്. Hg എന്തായിരുന്നു? മെർക്കുറിയാണ്. AU എന്താണ്? ഓറം, സ്വർണ്ണമാണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്.
ഇത് SN ആണ്, ഇത് HG ആണ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. W എന്നത് എന്തിൻ്റെയാണ്? ടങ്സ്റ്റൺ. അതായത് വുൾഫ്രം എന്ന വേർഡിൽ നിന്നാണ് എന്ത് വന്നത്? ടങ്സ്റ്റൺ എന്ന പേര് വന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാലിയം എന്നത് ഏത് മൂലകത്തിൻ്റെ ലാറ്റിൻ നാമമാണ്? കാലിയം എന്തായിരുന്നു? നമ്മൾ പഠിച്ചതാണ്. കെ അല്ലേ? പൊട്ടാസ്യമാണ് കാലിയം എന്നത്. അപ്പോൾ ഏതിൻ്റെയാണ്? ഓപ്ഷൻ സി പൊട്ടാസ്യമാണ്. അതായത് കാലിയം എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് പൊട്ടാസ്യത്തിന് K എന്ന പ്രതീകം വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പീരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ ഏത് ഗ്രൂപ്പിലായിരിക്കും കാണപ്പെടുന്നത്? ഏത് ഗ്രൂപ്പിലായിരിക്കും അലസവാതകങ്ങൾ അഥവാ ഏറ്റവും അവസാനത്തെ ഗ്രൂപ്പിൽ? അപ്പോൾ അത് ഏതായിരിക്കും? 18ാമത്തെ ഗ്രൂപ്പിലാണ് അലസവാതകങ്ങൾ കാണപ്പെടുന്നത്. ആധുനിക പീരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ ഏത് ഗ്രൂപ്പിലാണ്? ഗ്രൂപ്പ് 18. കണ്ടോ? സെയിം. അതായത് യൂണിവേഴ്സിറ്റി LGS 2 ഫേസിൽ. ഇത് നോക്കിക്കേ, ഈ ക്വസ്റ്റ്യൻ 3rd ഫേസിൽ ചോദിച്ചതാണ്. ഇത് നോക്കിക്കേ, 5th ഫേസിൽ ചോദിച്ചതാണ്. രണ്ടും എന്താണ്? ഒരേ കാര്യം തന്നെയാണ് ഇവർ തിരിച്ചും മറിച്ചുമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ്, കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകം ഏതാണ്? ഹീലിയമാണ് കാലാവസ്ഥാ ബലൂണുകളിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ആവർത്തന പട്ടികയിലെ 10ാമത്തെ മൂലകം ഏത്? 10ാമത്തെ മൂലകം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് 10ാമത്തത്? അത് നിയോൺ ആണ് 10ാമത്തെ മൂലകം. അഷ്ടക നിയമം പാലിക്കാത്ത 0 ഗ്രൂപ്പ് മൂലകം ഏത്? അഷ്ടക നിയമം ഏതാണ്? അത് ഓപ്ഷൻ എ ഹീലിയമാണ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. അതായത് ബാഹ്യതമശിലയിലെ 8 ഇലക്ട്രോൺ ക്രമീകരണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒക്ടറ്റ് ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അത് പാലിക്കാത്തതാണ് ഏത്? ഹീലിയം എന്ന് പറയുന്നത്. ഒരു ഏഷ്യൻ രാജ്യത്തിൻ്റെ പേര് നൽകിയിരിക്കുന്ന ആവർത്തന പട്ടികയിലെ ഒരേയൊരു മൂലകം ഏത്? ഏഷ്യൻ രാജ്യം ഏതാണത്? ഏഷ്യൻ രാജ്യത്തിൻ്റെ പേര് നൽകിയത് ഓപ്ഷൻ സി നിഹോണിയം. അതായത് ജപ്പാൻ. നമ്മുടെ ജപ്പാനിലെ ഒരു സ്ഥലമാണ് എന്ത്? നിഹോൺ എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ഏഷ്യൻ രാജ്യത്തിൻ്റെ പേര് നൽകിയതാണ് എന്ത്? നമ്മുടെ നിഹോണിയം എന്നതിന്. അതായത് പിന്നെ ഏതൊക്കെയാണ് നമ്മുടെ ഉത്ഭവം എന്ന് പറയുന്നത്? കുറച്ച് ജർമ്മേനിയം എവിടെ നിന്നായിരിക്കാം? നമുക്ക് ഒബ്വിയസ്ലി നമുക്കറിയാം ഏതാണ്? ജർമ്മനി എന്ന ആ ഒരു പേരിൽ നിന്നാണ് ജർമ്മേനിയം. മോസ്കോവിയമുണ്ട്, അത് എവിടെ നിന്നാണ്? റഷ്യയിലെ മോസ്കോ എന്ന സ്ഥലത്തിൽ നിന്നാണ്. ടെന്നിസൺ ഉണ്ട്, അമേരിക്കയിലെ ടെന്നസി എന്ന സ്ഥലത്തിൽ നിന്നാണ്. അതേപോലെ നമ്മുടെ കുറച്ച് ആൾക്കാരുടെ പേരുണ്ട്. ഏതൊക്കെയാണ്? ഐൻസ്റ്റീനിയം, ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ പേരുമായി ബന്ധപ്പെട്ടതാണ്. ക്യൂറിയം, മേരി ക്യൂറി, പിയറി ക്യൂറി എന്നിവരുടെ പേരുമായി ബന്ധപ്പെട്ടതാണ്. ഫെർമിയം, എൻറിക്കോ ഫെർമി എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ടതാണ്. മെൻഡലീവിയം, ദിമിത്രി മെൻഡലീവ്. അതേപോലെ തന്നെ നൊബേലിയം എന്ന് പറയുന്നത് ഏതാണ്? മൂലകത്തിൻ്റെ പേര് നൊബേലിയം. അത് ആരുടെ പേരിൽ നിന്നാണ്? ആൽഫ്രഡ് നോബലാണ്. റുദർഫോർഡിയം നമ്മുടെ സയൻറ്റിസ്റ്റായ ഏണസ്റ്റ് റുദർഫോർഡിൽ നിന്നാണ്. ബോറിയം നീൽസ് ബോറിൽ നിന്ന് വന്ന പേരാണ്. അങ്ങനെ കുറേ പേരുടെ പേരുണ്ട്. കോപ്പർനിഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നിക്കോളോ കോപ്പർനിക്കസിൻ്റെ പേരുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറേ ആൾക്കാരുടെ പേരും അവരുടെ അത് ബന്ധപ്പെട്ട് കുറച്ച് നമ്മുടെ പ്രതീകങ്ങളുമുണ്ട്. അതും പഠിക്കണം. അതേപോലെ വരുന്നതാണ് നമ്മുടെ ഭൂമിയുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ടെലൂറിയം എന്ന് പറയുന്നത് കണ്ട ടെലൂറിയം. അതായത് ഉത്ഭവം എന്ന് പറയുന്നത് ഭൂമിയുടെ മറ്റൊരു പേരാണ് ടെല്ലസ്. അതേപോലെ നെപ്റ്റ്യൂണിയം, നമ്മുടെ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട നെപ്റ്റ്യൂൺ. പ്ലൂട്ടോണിയം, സീറിയം സിറസ് എന്ന വേർഡിൽ നിന്നാണ് വന്നത്. ഹീലിയം എവിടെ നിന്നാണ് വന്നത്? ഹീലിയം എന്ന വേർഡ് വന്നത് സൂര്യനിൽ നിന്നാണ്. ഹീലിയോസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് വഴിയാണ് സൂര്യൻ എന്ന വേർഡിൽ നിന്നാണ് ഹീലിയം വന്നത്. ചന്ദ്രനിൽ നിന്ന് വന്ന ചന്ദ്രൻ്റെ പേരുമായി ബന്ധപ്പെട്ട് വന്നത് ഏതാണ്? സെലിനിയം. ഇതൊക്കെ എന്താണ്? നമ്മൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് ബന്ധപ്പെടുത്തി പഠിക്കാനായിട്ടുള്ളത്. അതെല്ലാം നന്നായിട്ട് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. അന്താരാഷ്ട്ര പീരിയോഡിക് ടേബിൾ വർഷം നമ്മൾ നേരത്തെ പറഞ്ഞാണ് അല്ലേ? 2019. ആവർത്തന പട്ടികയിൽ ഉപലോഹങ്ങൾ താഴെ പറയുന്നവയിൽ ഏത് ഗ്രൂപ്പുകളിൽ കാണപ്പെടുന്നു? ഉപലോഹങ്ങൾ കാണപ്പെടുന്ന ഏതൊക്കെയാണ്? ഗ്രൂപ്പ് 13ലും അതേപോലെ തന്നെ ഏതാണ്? ഗ്രൂപ്പ് 16ലുമാണ് ഉപലോഹങ്ങൾ കാണപ്പെടുന്നത്. സോ ഓപ്ഷൻ 2 and 3 ആണ് ഉപലോഹങ്ങൾ കാണപ്പെടുന്നത്. ഓക്കെ, ഇനി എന്താണ് ഉപലോഹം എന്ന് പറഞ്ഞാൽ? ഉപലോഹങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം പ്രകടിപ്പിക്കാത്തവയാണ് എന്ത് പറയുന്നത്? പ്രകടിപ്പിക്കുന്നവയാണ് ഉപലോഹങ്ങൾ എന്ന് പറയുന്നത്. അവയ്ക്ക് എന്താണ്? ലോഹ സ്വഭാവവും ഉണ്ടാകും, അലോഹ സ്വഭാവവും ഉണ്ടാകും. അതായത് ആവർത്തന പട്ടികയിൽ 13 മുതൽ 16 വരെയുള്ള ഗ്രൂപ്പുകളിലാണ് എന്ത് വരുന്നത്? ഉപലോഹങ്ങൾ കാണപ്പെടുന്നത്.
ഓക്കെ, 13A216. അതിന് ഉപലോഹങ്ങൾക്ക് എക്സാമ്പിളാണ് ഏതൊക്കെ? ബോറോൺ, അതേപോലെ സിലിക്കൺ, ജർമേനിയം, ആഴ്സനിക്, പിന്നെ ഏതാണ് ആൻറ്റിമണി, ടെലൂറിയം, അതേപോലെ പൊളോണിയം. ഇതെല്ലാം എന്താണ്? പ്രധാനപ്പെട്ട കുറച്ച് ഉപലോഹങ്ങളാണ്. അപ്പോൾ നോക്കിക്കേ, നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഉപലോഹങ്ങളുടെ വിഭാഗത്തിൽ പെടുന്നവ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും ആൻസർ വരുന്നത്? ജർമേനിയം, സിലിക്കൺ, ആഴ്സനിക് എന്ന് പറയുന്ന ഈ ഒരു ഇതായിരിക്കും ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന ലോഹങ്ങളുടെ വിഭാഗത്തിൽ പെടാത്തവ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതെന്തായിരിക്കണം? ഉപലോഹമായിരിക്കണം. ഏതായിരിക്കണം? ജർമേനിയം, സിലിക്കൺ, ബോറോൺ എന്ന് ഉണ്ടോ? ബാക്കി എല്ലാം അതിൽ വരില്ല. ജർമേനിയം, സിലിക്കൺ, ബോറോൺ ആണ് ഉപലോഹങ്ങളുടെ വിഭാഗത്തിൽ പെടാത്തത്. ഓക്കെ, ഇനി വിഷങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഏതാണ്? ആഴ്സനിക്കാണ്. തീപ്പെട്ടിക്കൂടിൻ്റെ വശത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. തീപ്പെട്ടിക്കൂടിൻ്റെ വശത്ത് പുരട്ടുന്ന എന്താണ്? ആൻറ്റിമണി സൾഫൈഡാണ്. ആൻറ്റിമണി സൾഫൈഡ് തീപ്പെട്ടിക്കൂടിൻ്റെ വശങ്ങളിൽ പുരട്ടുന്നത്. അതേപോലെ തന്നെ വേറെ പറയുന്നത് എന്താണ്? വജ്രത്തിന് സമാനമായ പരൽ ഘടനയുള്ളത് അതേതാണ്? ജർമേനിയമാണ്. വജ്രത്തിന് സമാനമായ പരൽ ഘടനയുള്ളതാണ് ജർമേനിയം. സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ പോലും പൂർണ്ണമായും ബാഷ്പീകരിച്ചു പോകുന്നൊരു മൂലകമുണ്ട്. അതെന്താണ്? പൊളോണിയമാണ്. പൊളോണിയം. അതേപോലെ വെളുത്തുള്ളിയുടെ ഗന്ധമുള്ള ഉപലോഹമുണ്ട്. അതാണെന്ത്? ടെലൂറിയം എന്ന് പറയുന്നത്. ഓക്കെ, ടെലൂറിയമാണ് വെളുത്തുള്ളിയുടെ ഗന്ധമുള്ള ഉപലോഹം എന്ന് പറയുന്നത്. നമ്മൾ സാധാരണയായിട്ട് അർദ്ധചാലകങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഏതൊക്കെയാണ്? അത് സിലിക്കണും ജർമേനിയവുമാണ്. ജർമേനിയം അതായത് നമ്മുടെ എന്തിലൊക്കെ ട്രാൻസിസ്റ്റർ ചിപ്പുകളിലൊക്കെ ഉപയോഗിക്കുന്ന എന്താണ്? സിലിക്കണും ജർമേനിയും ഒക്കെയാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഉപലോഹമാണ് എന്തെന്ന് പറയുന്നത്? സിലിക്കൺ. നമ്മുടെ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏതാണ്? സിലിക്കൺ. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഉപലോഹമാണ് എന്ത്? സിലിക്കൺ എന്ന് പറയുന്നത്. ഓക്സിജൻ കഴിഞ്ഞാൽ ഭൗമ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? സിലിക്കൺ. നമുക്കറിയാം ഭൗമ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഓക്സിജൻ ആണെന്നറിയാം. അപ്പോൾ ഓക്സിജൻ കഴിഞ്ഞാൽ ഏതാണ്? സിലിക്കൺ ആണ്. ഓക്കെ, നിങ്ങളുടെ മാർക്ക് എത്രയാണെങ്കിലും അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യുക. നിങ്ങൾ പഠിക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. അതായത് നമ്മുടെ എല്ലാ പരീക്ഷകളിലും ഒരു കോമൺ ടോപ്പിക്കാണ് ആവർത്തന പട്ടിക എന്നുള്ളത്. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തായാലും അതും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്